ഹലോ ഫ്രണ്ട്സ്, കാഡ്ബറി ഡയറി മിൽക്കിൻ്റെ സിൽക്ക് സീരീസിലുള്ള ബബ്ലിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ പപ്പയുടെ സഹോദരി തന്നതാണ്, ഡോക്ടർ ജെയ്നറ്റ്. ഞാൻ മമ്മി എന്നാണ് വിളിക്കുന്നത്. ഇത് 120 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. വില വന്നിട്ട് 210 രൂപയാണ്. ഈ സിൽക്ക് സീരീസിലുള്ള എല്ലാ കാഡ്ബറിയുടെ മുട്ടായിയുടെ മെൽറ്റിംഗ് പോയിൻ്റ് ഭയങ്കര ലോ ആണ്. സോ 25 ഡിഗ്രി സെൽഷ്യസിന് താഴെ സ്റ്റോർ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സെർവിങ് സൈസ് അവർ എഴുതിയിരിക്കുന്നത് 20 ഗ്രാമാണ്. ഇത് 120 ഗ്രാമുണ്ട്. അപ്പോൾ 6 പേർക്ക് സുഖമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ പെർ സെർവ്, അതായത് 20 ഗ്രാമിൽ 109 കലോറി അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഈ കാഡ്ബറിയുടെ പ്രീമിയം ചോക്ലേറ്റ്സ്, അതായത് സിൽക്ക് സീരീസിലൊക്കെ വരുമ്പോൾ പൊട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. കണ്ടോ, ജസ്റ്റ് ഒട്ടും കീറാതെ നമ്മൾ വലിക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു എയർ ഫിൽഡ് പാക്കറ്റ് എങ്ങനെയാണ് പൊട്ടിക്കുന്നത് അതുപോലെ തന്നെ വരും. ജസ്റ്റ് ഇതിൻ്റെ മേൽഭാഗം തുറന്നു കഴിയുമ്പോൾ ഉള്ളിലായിട്ട് അലുമിനിയം ഫോയിൽ കവർ കാണാം. അതിൽ സിൽക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള അലുമിനിയം ഫോയിൽ കവറാണ് കേട്ടോ. പിന്നെ പുറമേയുള്ള എയർ ഫിൽഡ് പാക്കറ്റ് തുറക്കുമ്പോഴത്തേക്കും ഉള്ളിലായിട്ട് നമുക്ക് നല്ല ഓഫ് വൈറ്റിൽ ഗോൾഡൻ നിറത്തിൽ സിൽക്ക് എന്ന് എഴുതിയ ഒരു പേപ്പർ കവറിങ് കാണാം അലുമിനിയം ഫോയിൽ കവറിൻ്റെ പുറമേ ആയിട്ട്. അത് ജസ്റ്റ് അതിൻ്റെ പുറത്തൊന്ന് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ അലുമിനിയം ഫോയിൽ കവറ് ഈ പേപ്പർ റാപ്പിൽ നിന്ന് ഊരാൻ നോക്കി, പക്ഷെ അങ്ങനെ വരത്തില്ല. അവർ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഊരി പോകാതിരിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഒട്ടിയിരിപ്പുണ്ട്, കണ്ടോ. അതിങ്ങനെ ഇളക്കിയെടുത്താലേ അത് പുറമേ നന്നായിട്ട് ഇളകി വരത്തുള്ളൂ. ഈ അലുമിനിയം ഫോയിൽ കവറിൻ്റെ നിറവും അതിൻ്റെ റാപ്പിങ്ങും അതിൻ്റെ ഡിസൈനും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ കൊച്ചിലെ നമുക്ക് കിട്ടുന്ന സ്ഥിരം എല്ലാ മുട്ടായിലും നല്ല ഒറിജിനൽ അലുമിനിയം ഫോയിൽ റാപ്പിങ്ങാണ് വരാറുള്ളത്. കിറ്റ്കാറ്റ്, മിൽക്കി ബാർ. പിന്നെ അവരത് മാറ്റിയിട്ടൊരു പേപ്പർ റാപ്പ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു കിറ്റ്കാറ്റിലൊക്കെ. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്രീമിയം ലുക്കാണ്. എപ്പോഴും ഒറിജിനൽ അലുമിനിയം റാപ്പിംഗ് കൊണ്ട് അവർ കവർ ചെയ്യുമ്പോൾ, അലുമിനിയം ഫോയിൽ കവർ കൊണ്ട് റാപ്പ് ചെയ്തിരിക്കുമ്പോൾ. അലുമിനിയം ഫോയിൽ കവറിൻ്റെ ഉള്ളിലായിട്ട് ഡയറി മിൽക്ക് ബബ്ലി ഉണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക്. ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ കാണാനായിട്ട്. ആ ലുക്ക് തന്നെയാണ് ഈ മുട്ടായി ബാക്കിയുള്ള ഡയറി മിൽക്കിൻ്റെ സിൽക്ക് സീരീസിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ഇതെങ്ങനെയാണ് അവർ ഫാക്ടറിയിൽ ഉണ്ടാക്കണേന്നറിയാൻ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഇരിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് കട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഒരു ഭംഗിക്കും വൃത്തിക്കും വേണ്ടിയാണ് അത് ചെയ്യുന്നത്. കണ്ടോ, ഉള്ളിലായിട്ട് ഒരു എയർ ഫില്ലിംഗ് പോലെയുണ്ട്. അതായത് നമ്മൾ ചായയൊക്കെ അടിച്ചെടുക്കുമ്പോൾ നല്ല പതമേളി വരുമല്ലോ, അത് സോളിഡാക്കി എടുത്താൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് എയർ കയറ്റിയിട്ടുണ്ട്. കണ്ടോ, എയർ ബബിൾസ് നല്ല രീതിയിൽ ചോക്ലേറ്റിൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു രീതിയിൽ പെരുകി വന്നിട്ട് സോളിഡായിട്ടിരിക്കും പോലെയാണ് ഇരിക്കുന്നത്. ടേസ്റ്റ് ഞാൻ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും ഒരു പ്രത്യേക രീതിയാണ്. ഇപ്പോൾ സിൽക്കിൽ വരുന്ന എല്ലാത്തിൻ്റെയും ആ ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്ത് കുറച്ചുകൂടെ ഒരു എൻഹാൻസ് ചെയ്ത ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ചായ വെറുതെ ഒഴിക്കുമ്പോഴും അത് നന്നായിട്ട് നാട്ടുമ്പുറത്ത് അടിച്ചെടുക്കുക എന്ന് പറയും, അതായത് പതപ്പിച്ചടിച്ചെടുക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് എയർ ഫില്ലായി വരുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഈ അമർത്തി കാണിച്ചത് അത് നല്ല രീതിയിലുള്ള മാലിബിളാണ്. ഇങ്ങനെ ചപ്പിപ്പോകുന്ന നല്ല ച്യൂയിന്ന് ഞാൻ പറയത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കി വന്നത് ഞാൻ തിരിച്ച് അലുമിനിയം ഫോയിൽ കവറിൽ തന്നെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കഴിക്കാനായിട്ട്. സോ ട്രൈ ഇറ്റ്. ബൈ ബൈ, ടേക്ക് കെയർ.